അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മൂന്നാം ക്ലാസ്സിലെ അഖ്ലാഖിൽ അരക്കൊല്ല പരീക്ഷയ്ക്ക് ശേഷം എടുത്ത പാഠങ്ങളുടെ റിവിഷനാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ പാഠം എട്ട് മുതൽ അവസാനം വരെയുള്ള പാഠങ്ങളാണ് അരക്കൊല്ല പരീക്ഷയ്ക്ക് ശേഷം എടുത്തത്. എട്ടാമത്തെ പാഠത്തിലെ പ്രധാനപ്പെട്ട ചോദ്യം ഞാൻ ആദ്യം പ്രധാനപ്പെട്ടത് പറയും, എന്നിട്ട് പിന്നെ അത്ര പ്രധാനമില്ലാത്തത് പറയും. ഈ പാഠത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറഞ്ഞാൽ ഈ ഭക്ഷണത്തിന്റെ മര്യാദകൾ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നിർബന്ധമായി പഠിക്കണം. ഇതില്ലാത്ത ചോദ്യ പേപ്പർ ഉണ്ടാവില്ല. ഷുവർ ക്വസ്റ്റ്യൻ ആണിത്. ഷുവർ എന്ന് പറഞ്ഞാൽ ഷുവർ ആണ്. ഭക്ഷണ മര്യാദകൾ, അതായത് ഭക്ഷണം കഴിക്കുമ്പോൾ എന്തൊക്കെ മര്യാദകളാണ് പാലിക്കേണ്ടത്, അത് മിനിമം ഒരു 3 നിർബന്ധമായും പഠിക്കണം. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ബിസ്മില്ലി കഴിക്കണം, പിന്നെ വലത് കൈ കൊണ്ടാവണം, ഇരുന്ന് കഴിക്കണം, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് അറിയുന്നില്ലേ? അറിയുന്ന തന്നെ, അത്രേ ഉള്ളൂ. ഇതാ, ആദ്യവും അവസാനവും 2 കൈയും വായും കഴുകുക. ആദ്യം അവസാനം 2 കൈയും വായും കഴുകുക. പിന്നെ ഇരിക്കുക, ബിസ്മി ചൊല്ലുക, മറന്നാൽ ബിസ്മില്ലാഹി അവ്വലഹു ആഖിറു. ഇത് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും, പൂരിപ്പിക്കാൻ. ബിസ്മില്ലാഹി അവ്വലഹു ആഖിറഹു. പിന്നെ വലത് കൈ കൊണ്ടാവുക, തൻ്റെ തൊട്ടടുത്ത ഭാഗത്ത് നിന്ന് കഴിക്കുക. അങ്ങനെ എന്തായാലും നിങ്ങൾക്ക് അറിയുന്നതും പിന്നെ മിനിമം 3 അതിനേക്കാളും നിങ്ങൾക്ക് അറിയായിരിക്കും കേട്ടോ. അപ്പോൾ അതെന്തായാലും പഠിക്കുക. പിന്നെ ഇവിടെ ഒരു ദിക്ർ, അത് ഒരു പക്ഷേ പൂരിപ്പിക്കാൻ വരും. ഏതാ? അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ചൊല്ലേണ്ട ദിക്ർ അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഇതാണ്: അന്നപാനീയങ്ങൾ അള്ളാഹു നൽകുന്ന വലിയ അനുഗ്രഹമാണ്. ഇത് ഒരു വർഷം പരീക്ഷയ്ക്ക് ചോദിച്ചു. എങ്ങനെ വന്നെന്ന് വെച്ചാൽ അന്നപാനീയങ്ങൾ അള്ളാഹു നൽകുന്ന ഡാഷ് എന്താണ്? വലിയ അനുഗ്രഹമാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ചോദ്യം വരും: അള്ളാഹു നൽകുന്ന വലിയ അനുഗ്രഹമാണ് എന്ത്? അന്നപാനീയങ്ങൾ. എഴുതുന്നത് ശ്രദ്ധിക്കുക. അടുത്ത ഈ പാഠത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും അഖ്ലാഖിലെ എല്ലാ പാഠത്തിലും പഠിക്കേണ്ടതുമായ ഒരു കാര്യമുണ്ട്. എന്താണ്? അഖ്ലാഖിലെ എല്ലാ പാഠത്തിന്റെ അവസാനം ഇതുപോലെ ഒരു പെട്ടി ഉണ്ടാവും. ആ പെട്ടിയിൽ ഒരു അറബി ഉണ്ടാവും, അതിന്റെ മലയാളം ഉണ്ടാവും അല്ലെ? ഇത് 2 നിർബന്ധമായി പഠിക്കണം. ഇത് ഷുവർ ചോദ്യമാണ്. ഇത് വരാത്ത പരീക്ഷ ഉണ്ടാവില്ല. പ്രത്യേകിച്ച് 8ാം പാഠം മുതൽ അവസാനം വരെയുള്ള പാഠത്തിന്റെ എല്ലാ പെട്ടിയിലുള്ള അറബിയും അതിന്റെ മീനിങ്ങും നിങ്ങൾ പഠിച്ചു വെക്കണം. അപ്പൊ ഇവിടെ പഠിക്കേണ്ട എന്താണ്? ലാ യശ്റബന്ന അഹദും മിൻകും ഖായിമ ഫമൻ നസിയ ഫല്യസ്തഖി. ലാ യശ്റബന്ന അഹദും മിൻക ഖായിമ ഫമൻ നസിയ ഫല്യസ്തഖി. ഇനി ഒരാളും നിന്ന് കുടിക്കരുത്, മറന്നു കുടിച്ചു പോയാൽ അവൻ ഛർദിച്ചു കളയട്ടെ. ഇവിടെ പരീക്ഷയ്ക്ക് ചോദ്യമായിട്ടും വരും, പൂരിപ്പിക്കാനും വരും. ചോദ്യമായിട്ട് വരികയാണെങ്കിൽ എന്താ ചെയ്യുക? ഒരാൾ മറന്നുകൊണ്ട് നിന്ന് കുടിച്ചാൽ എന്ത് ചെയ്യണം? അവൻ ഛർദിച്ച് കളയട്ടെ. പിന്നെ ഇത് പൂരിപ്പിക്കാനാണ് വരിക. ലായഷ്റബന്നെ തുടക്കത്തിൽ തരും, പിന്നെ ബാക്കി പൂരിപ്പിക്കാനാണ് വരിക. അതുകൊണ്ട് അത് നിർബന്ധമായി പഠിക്കുക. ഇനി നമുക്ക് അത്ര തന്നെ പ്രാധാന്യം ഇല്ലാത്ത ഈ പാഠത്തിലെ ചോദ്യങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. അതിൽ വരുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബിസ്മി ചൊല്ലാതെ തിന്നുകയോ കുടിക്കുകയോ ചെയ്യുന്നവനെ പറ്റി എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞത്? ബിസ്മി ചൊല്ലാതെ തിന്നുകയോ കുടിക്കുകയോ ചെയ്യുന്നവന്റെ കൂടെ ശൈത്വാനും പങ്കു ചേരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് പഠിക്കേണ്ടത്. എന്ത്? ബിസ്മി ചൊല്ലാതെ ഭക്ഷണം കഴിച്ചാൽ എന്താ ഉണ്ടാവുക? എന്താണ്? കൂടെ ശൈത്വാനും പങ്കു ചേരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തിയിട്ടുണ്ട്. അതാ പഠിക്കേണ്ടത്. കൂടെ ശൈത്വാനും പങ്കു ചേരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഉണർത്തിയിട്ടുണ്ട്. പിന്നെ ഭക്ഷണത്തിന്റെ മര്യാദകൾ പാലിച്ചാൽ എന്തുണ്ടാകും? എന്താ ഉണ്ടാവുക? ആരോഗ്യം സംരക്ഷിക്കാനും നബിചര്യ പിൻപറ്റിയവരാകാനും അത്യാവശ്യമാണ്. അപ്പോൾ ഈ എഴുതാൻ ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങളൊക്കെയാണ് പരീക്ഷയ്ക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് പൂരിപ്പിക്കാൻ വരാറുള്ളത്. അതുകൊണ്ട് ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാനും ഡാഷ് എന്ന് വരും. എന്താ? നബിചര്യ പിൻപറ്റിയവരാകാനും അത്യാവശ്യമാണ്. അതാണ് ഈ പാഠത്തിലെ പിന്നെ അത്ര തന്നെ പ്രാധാന്യമില്ലാത്ത ചോദ്യങ്ങൾ. പിന്നെ ഇവിടെ ഇങ്ങനെ എന്താണ്? തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. നമ്മൾ നിന്നുകൊണ്ടോ ഇടത് കൈ കൊണ്ടോ കുടിക്കുകയും തിന്നുകയും ചെയ്യരുത്. അതൊക്കെ വളരെ സിമ്പിളായ ചോദ്യങ്ങളാണ്, ഞാൻ പറയുന്നില്ല. ഇനി നമ്മൾ അടുത്ത പാഠത്തിലേക്ക് പോവുകയാണ്. അടുത്ത പാഠത്തിന്റെ പേര് ദേഷ്യത്തിൽ പുഞ്ചിരി അല്ലേ? 9ാമത്തെ പാഠം. ഈ പാഠത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതാ: കോപം വരുമ്പോൾ സ്വയം നിയന്ത്രിക്കാൻ കഴിവുള്ളവൻ ഗുസ്തിയിൽ ജയിക്കുന്നവനേക്കാൾ വലിയ ശക്തനാണെന്ന് തിരുനബി പഠിപ്പിച്ചിട്ടുണ്ട്. പരീക്ഷയ്ക്ക് ചോദ്യം ഇങ്ങനെ വരിക: ഗുസ്തിയിൽ ജയിക്കുന്നവനേക്കാൾ വലിയ ശക്തനാണ് ആരാണ്? കോപം വരുമ്പോൾ സ്വയം നിയന്ത്രിക്കാൻ കഴിവുള്ളവൻ. ഇവിടെ സ്വയം എങ്ങനെ എഴുതുക? സ്പെല്ലിംഗ് തെറ്റിക്കരുത്. നിയന്ത്രിക്കാൻ എങ്ങനെ സ്പെല്ലിംഗ് തെറ്റിക്കരുത്? കഴിവുള്ളവൻ. ഇതൊന്നും സ്പെല്ലിംഗ് തെറ്റിക്കരുത്. സ്പെല്ലിംഗ് തെറ്റിച്ചാൽ നിങ്ങളെ മാർക്ക് പോകും.
കോപം വരുമ്പോൾ സ്വയം നിയന്ത്രിക്കാൻ കഴിവുള്ളവനാണ് ഗുസ്തിയിൽ ജയിക്കുന്നവനേക്കാൾ വലിയ ശക്തൻ. അപ്പൊ ഗുസ്തി പിടിച്ച് ജയിക്കുന്നവനേക്കാളും ഏറ്റവും വലിയ ശക്തൻ ആരാണ്? കോപം വരുമ്പോൾ സ്വയം നിയന്ത്രിക്കാൻ കഴിയുന്ന ആളാണ്. പിന്നെ ഈ പാഠത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് കോപം വരുമ്പോൾ അത് ക്ഷമിക്കാൻ എന്തൊക്കെ ചെയ്യണം. അതിൽ 3 കാര്യം നിർബന്ധമായും പഠിക്കണം. 3 നിർബന്ധമായും പഠിക്കുക. നിൽക്കുന്നവനാണെങ്കിൽ ഇരിക്കുക, ഇരിക്കുന്നവനാണെങ്കിൽ കിടക്കുക, വുളൂ ചെയ്യുക. അത് എളുപ്പമുള്ള പഠിച്ചാൽ മതി. നിൽക്കുന്നവനാണെങ്കിൽ എന്ത് ചെയ്യുക? ഇരിക്കുക. നിൽക്കുന്ന ഒരാളാണെങ്കിൽ ഇരിക്കുക, ഇരിക്കുന്നവനാണെങ്കിൽ അവൻ കിടക്കുക, പിന്നെ വുളൂ ചെയ്യുക തുടങ്ങിയ ദേഷ്യം അടക്കാനുള്ള മാർഗങ്ങളാണ്. അപ്പൊ ദേഷ്യം അടക്കാനുള്ള മാർഗങ്ങൾ 3 നിർബന്ധമായി പഠിക്കുക. നിർബന്ധമായും അത് പരീക്ഷയ്ക്ക് വരുന്ന കാര്യമാണ്. പിന്നെ ക്ഷമ ഈമാനിന്റെ പകുതിയാണ്. അടുത്ത പ്രധാനപ്പെട്ട ചോദ്യം, ക്ഷമ ഈമാനിന്റെ പകുതി. ഈമാനിന്റെ പകുതിയാണ് ഡാഷ്. എന്താണ്? ക്ഷമ. എങ്ങനെ എഴുതാൻ ശ്രദ്ധിച്ചോ? ഈമാനിന്റെ പകുതിയാണ് ഡാഷ്, ക്ഷമ. അത് പരീക്ഷയ്ക്ക് ഒരുപാട് തവണ വന്നതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പാഠത്തിലെ പെട്ടി. എന്താ പെട്ടി? വമൻ കഫ ഗളബഹു കഫല്ലാഹു അൻഹു അദാബഹു യൗമൽ ഖിയാമ. വമൻ കഫ എന്ന് തരും, ലാസി യൗമൽ ഖിയാമ എന്ന് തരും, ബാക്കി പൂരിപ്പിക്കാണ്ടാവും. വമൻ കഫ ഗളബഹു കഫല്ലാഹു അൻഹു അദാബഹു യൗമൽ ഖിയാമ. ദേഷ്യം നിയന്ത്രിച്ചവനെ അള്ളാഹു അന്ത്യനാളിൽ നിന്ന് ശിക്ഷയിൽ നിന്ന് കാക്കും. ഇവിടെ ചോദ്യമായിട്ടും വരും, പൂരിപ്പിക്കാൻ മാത്രമല്ല, അള്ളാഹു അന്ത്യനാളിൽ ശിക്ഷയിൽ നിന്ന് കാക്കും ആരെ? ദേഷ്യം നിയന്ത്രിച്ചവനെ. അല്ലെങ്കിൽ ചോദ്യം ഇങ്ങനെ, ദേഷ്യം നിയന്ത്രിച്ചവനെ അള്ളാഹു അന്ത്യനാളിൽ ഡാഷ് എന്താ? ശിക്ഷയിൽ നിന്ന് കാക്കും. ഇങ്ങനെ 2 രൂപത്തിലും വരും. അതാണ് ഈ പാഠത്തിലെ പ്രധാനപ്പെട്ട ചോദ്യം. ഇനി അത്ര തന്നെ പ്രാധാന്യം ഇല്ലാത്ത ഈ പാഠത്തിലെ ചോദ്യങ്ങൾ. ദേഷ്യം വരുമ്പോൾ പുഞ്ചിരിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? എങ്കിൽ നിങ്ങളാണ് ഏറ്റവും വലിയ ഡാഷ്, ഏറ്റവും വലിയ ശക്തൻ. അത് വരാൻ സാധ്യത ഉണ്ട്. പിന്നെ ദേഷ്യം വരുമ്പോൾ പറയണം എന്ത്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. പിന്നെ ഇവിടെ ആളുകൾ അവനെ വെറുക്കുകയും ചെയ്യും. ആരെയാണ്? എപ്പോഴും ദേഷ്യം പിടിക്കുന്നവനെ. പിന്നെ എപ്പോഴും ദേഷ്യം പിടിക്കുന്നവനോട് അള്ളാഹും ദേഷ്യം ഡാഷ് എന്താ? പിടിക്കും. അള്ളാഹും ദേഷ്യം പിടിക്കും ആരോട്? എപ്പോഴും ദേഷ്യം പിടിക്കുന്നവരോട്. 3 ചോദ്യം ഇവിടെ വരും. എപ്പോഴും ദേഷ്യം പിടിക്കുന്നവനോട് ഡാഷ് അള്ളാഹും ദേഷ്യം പിടിക്കും. പിന്നെ അള്ളാഹു ദേഷ്യം പിടിക്കും ആരോട്? എപ്പോഴും ദേഷ്യം പിടിക്കുന്നവരോട്. ആളുകൾ അവനെ വെറുക്കുകയും ചെയ്യും, എപ്പോഴും ദേഷ്യം പിടിക്കുന്നു. അത് ഈ പാഠത്തിലെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇനി നമ്മൾ അടുത്ത പാഠത്തിലേക്ക് പോവാണ്. അടുത്ത പാഠത്തിന്റെ പേരെന്താണ്? വേഷത്തിലുമുണ്ട് ഇസ്ലാം. ഈ പാഠത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ: 1. പുരുഷന്മാർക്ക് ഹറാമായ കാര്യങ്ങളിൽ 3 അല്ലെങ്കിൽ 2 നിർബന്ധമായും പഠിക്കുക. സ്വർണം, വെള്ളി, പട്ട് എന്നിവ ധരിക്കുക. അപ്പൊ ആണുങ്ങൾക്ക് സ്വർണം ഇടാൻ പറ്റുമോ? സ്വർണ്ണ മോതിരം ധരിക്കാൻ പറ്റുമോ? ഇല്ല. വെള്ളി മോതിരം പറ്റുമോ? ഇല്ല. അപ്പൊ സ്വർണം, വെള്ളി പട്ട് എന്നിവ ധരിക്കുക. ഞെരിയാണിക്ക് താഴെ വസ്ത്രം താഴെ ഇടുക മുതലായ പുരുഷന് ഹറാമാണ്. അഹങ്കാരത്തോടെ വസ്ത്രം വലിച്ചഴിക്കുന്നവനിലേക്ക് അന്ത്യനാളിൽ അള്ളാഹു നോക്കുകയില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇവിടെ പഠിക്കേണ്ടത് പുരുഷന് ഹറാമായ 2-3 കാര്യങ്ങൾ പഠിക്കുക. സ്വർണം, വെള്ളി, പട്ട് എന്നിവ ധരിക്കുക. പിന്നെ ഞെരിയാണിക്ക് താഴെ വസ്ത്രം താഴെ ഇടുക. ഇതൊക്കെയാണ് പുരുഷന് ഹറാമായ. അപ്പോൾ ഒരു 3 നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യുക? പഠിക്കുക. അത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇനി നിങ്ങൾക്ക് ഇത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഹറാമായ കാര്യങ്ങൾ മിങ്കിളാക്കി തരും. 2ഉം കൂടി തന്നിട്ട് ഗ്രൂപ്പാക്കാൻ പറയും. ആണുങ്ങൾക്ക് ഹറാമായത് ഏത്, പെണ്ണുങ്ങൾക്ക് ഹറാമായത് ആ ഗ്രൂപ്പാക്കാനും പറയും. പെണ്ണുങ്ങൾക്ക് ഹറാമായതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മിനിമം 3 പഠിക്കണം. സൗന്ദര്യം പ്രദർശിപ്പിച്ചുകൊണ്ട് പുറത്തു പോവുക. അന്യപുരുഷന്മാർക്ക് മുമ്പിൽ ശരീരം മുഴുവനും മറയാത്ത നിലക്കുള്ള വസ്ത്രധാരണം. വഴികളിലും അങ്ങാടികളിലും മറ്റും പുരുഷന്മാരോട് ഇടകലരുക എന്നിവയെല്ലാം സ്ത്രീകൾക്ക് നിഷിദ്ധമാണ്. 3 കാര്യം പറഞ്ഞത്. ആ 3 കാര്യവും അതുപോലെ പഠിക്കുക. വലുതാണ്, കുറച്ച് വലുതാണ് അല്ലേ? സൗന്ദര്യം പ്രദർശിപ്പിച്ചുകൊണ്ട് പുറത്തു പോകുക. ഇത് കുറച്ച് എളുപ്പമാണ്. സൗന്ദര്യം എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. സൗന്ദര്യം പ്രദർശിപ്പിച്ചു. ഇത് എങ്ങനെ എഴുതാൻ ശ്രദ്ധിക്കണം. സൗന്ദര്യം പ്രദർശിപ്പിച്ചുകൊണ്ട് പുറത്തു പോവുക. 1. അന്യപുരുഷന്മാർക്ക് മുമ്പിൽ ശരീരം മുഴുവനും മറയാത്ത നിലക്കുള്ള വസ്ത്രധാരണം. 2 എന്താണ്? അന്യപുരുഷന്മാർക്ക് മുമ്പിൽ ശരീരം മുഴുവനും മറയാത്ത നിലക്കുള്ള വസ്ത്രധാരണം. 3 വഴികളിലും അങ്ങാടികളിലും മറ്റും പുരുഷന്മാരോട് ഇടകലരുക. ഇത്രണ്ണം. ഈ 3 എന്ത് ചെയ്യുക? പഠിക്കുക. പിന്നെ ഈ പാഠത്തിൽ പ്രധാനപ്പെട്ടത് മൻജറ സൗബഹു ഖുയല അലാ യൻദുറുല്ലാഹു ഇലൈഹി യൗമൽ ഖിയാമ. ഇത് ഈ അറബി കാണാതെ പഠിക്കണം. അതുപോലെ ഇതിന്റെ മീനിങ് 2 തവണ പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. അഹങ്കാരമായി വസ്ത്രം നിലത്ത് വലിച്ചഴിക്കുന്നവനിലേക്ക് അന്ത്യനാളിൽ അള്ളാഹു നോക്കുകയില്ല. ഇത് അതുപോലെ കാണാതെ പഠിക്കുക. പിന്നെ ഇവിടെ ചോദ്യം വരും, അള്ളാഹു നോക്കുകയില്ല, അന്ത്യനാളിൽ അള്ളാഹു നോക്കുകയില്ല ആരിലേക്ക്? അഹങ്കാരമായി വസ്ത്രം നിലത്ത് വലിച്ചഴിക്കുന്നവരിലേക്ക്. ഇനി ചോദ്യം ഇങ്ങനെ വരും, അഹങ്കാരമായി വസ്ത്രം നിലത്ത് വലിച്ചഴിക്കുന്നവരിലേക്ക് ഡാഷ് അന്ത്യനാളിൽ അള്ളാഹു നോക്കുകയില്ല. 2 രൂപത്തിലും പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യമാണത്. അതാണ് ഈ പാഠത്തിൽ പ്രധാനപ്പെട്ടത്. ഇനി അത്ര പ്രാധാന്യമില്ലാത്ത ചോദ്യങ്ങളാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്.
സ്ത്രീ വേഷം അണിയുന്ന പുരുഷനെയും പുരുഷവേഷം അണിയുന്ന സ്ത്രീയെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഡാഷ് എന്താ ശപിച്ചിരിക്കുന്നു. അല്ലെ തിരിച്ചു ചോദിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിരിക്കുന്നു ആരെ? സ്ത്രീവേഷം ധരിക്കുന്ന സ്ത്രീവേഷം അണിയുന്ന പുരുഷനെയും പുരുഷവേഷം അണിയുന്ന സ്ത്രീയെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കിയിരിക്കുന്നു, ശപിച്ചിരിക്കുന്നു. പിന്നെ ഒരു പരീക്ഷയ്ക്ക് വന്നോ സംശയമുണ്ട് ഈ ചോദ്യം. അതായത് പുരുഷന് സുന്നത്തായ വസ്ത്രം ഏതാണ്? വെള്ളവസ്ത്രം, തലപ്പാവ്, കമീസ് എന്നിവ പുരുഷന് സുന്നത്താണ്. പുരുഷന് സുന്നത്തായത് ഏതൊക്കെ? വെള്ള വസ്ത്രം, തലപ്പാവ് പറഞ്ഞാൽ തലയിൽ കെട്ടുക, പിന്നെ കമീസ്. ഇത് എന്താണ്? പുരുഷന് സുന്നത്തായതാണ്. ഇതാണ് ഈ പാഠത്തിൽ അത്ര പ്രാധാന്യമില്ലാത്ത പിന്നെ ചോദ്യം. ഇനി നമ്മൾ അടുത്ത പാഠത്തിലേക്ക് പോവുകയാണ്. അടുത്ത പാഠത്തിന്റെ പേരെന്താ? നമ്മുടെ ഉറക്കം. ഈ പാഠത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്. എന്താ? നമ്മുടെ പഠനശേഷി കുറയുമെന്ന് ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട്. എപ്പോൾ അല്ലെങ്കിൽ എന്തുകൊണ്ട്? അതെന്താണ്? വൈകി ഉറങ്ങുകയും വൈകി എഴുന്നേൽക്കുകയും ചെയ്യുന്നവർക്ക് പഠനശേഷി കുറയുമെന്ന് ശാസ്ത്രം കണ്ടെത്തി. അപ്പൊ പഠനശേഷി കുറയുമെന്ന് ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട്. എന്തുകൊണ്ട്? അല്ലെങ്കിൽ കാരണം എന്താണ്? വൈകി ഉറങ്ങുകയും വൈകി എഴുന്നേൽക്കുകയും ചെയ്യുന്നവർക്ക്. ഇത് പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത വളരെ സിമ്പിളായ ചോദ്യം, എന്നാൽ ആവർത്തിച്ച് വരുന്ന ചോദ്യമാണ്. ഉറക്കം ഡാഷാണ്. ഉറക്കം ഒരു പകുതി മരണമാണ്. അല്ലെങ്കിൽ പകുതി മരണമാണ് എന്ത്? ഉറക്കം. പകുതി മരണമാണ് ഉറക്കം ഒരു പകുതി മരണമാണ്. പിന്നെ ഈ പാഠത്തിൽ ഷുവർ ചോദ്യമാണ്. ഉറക്കത്തിന്റെ മര്യാദകൾ മിനിമം 3 എന്തായാലും പഠിക്കണം. ഉറക്കത്തിന്റെ മര്യാദകൾ എന്തൊക്കെ? ഒന്ന്, പല്ലേക്കുക, മിസ്വാക്ക് ചെയ്യുക. പല്ലേച്ചിട്ട് പിന്നെ ഒളു എടുക്കുക. അപ്പൊ 2 അപ്പം തന്നെ നമുക്ക് ഓർമ്മയായി അല്ലെ? മിസ്വാക്ക് ചെയ്യുക, വുളു ചെയ്യുക. പിന്നെ സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ ഖുൽ ഹുവല്ലാഹു സൂറത്ത്. പിന്നെ മുഅവ്വിദത്തൈനി പറഞ്ഞാൽ ഖുൽ റബ്ബിൽ ഫൽഖും ഖുൽ റബ്ബിൻ നാസും. സൂറത്തുകൾ ഓതി കൈകളിൽ ഊതി ശരീരം മുഴുവനും തടവുക. പിന്നെ സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 34 പ്രാവശ്യം ചൊല്ലുക. ആയത്തുൽ കുർസി ഓതുക. പിന്നെ കിടക്കുമ്പോൾ ഈ ദിക്ർ ചൊല്ലുക. ബിസ്മിക റബ്ബി വദഅതു ജംബി വബിക അർഫഅ ഇൻ അംസക്ത നഫ്സി ഫർഹംഹ വഇൻ അർസൽത ഫർഫദ ബിമാ തഅഫദു ബിബാദിക. ഇത് ഇതുവരെ ഒരു പരീക്ഷയ്ക്കും ചോദിച്ചായിട്ട് കണ്ടിട്ടില്ല, പക്ഷെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ അത്ര ഒന്നാം ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കുന്നില്ല, 2ാം ഘട്ടമായിട്ട് അതിന് കൊടുക്കാം. പിന്നെ ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഉണരുമ്പോൾ ചൊല്ലുന്നുണ്ട് അൽഹംദുലില്ലാഹില്ലദി അഹ്യാനി ബഅദ മാ മാതനി വഇലൈഹിൻ നുശൂർ. ഇത് നിർബന്ധമായും പഠിക്കുക, പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യമാണ്. പിന്നെ ഇവിടെ പരീക്ഷയ്ക്ക് വരുന്ന മറ്റൊരു ചോദ്യം, വളരെ പ്രധാനപ്പെട്ട ചോദ്യം, പുരുഷൻ കമിഴ്ന്നും സ്ത്രീ മലർന്നും കിടന്നുറങ്ങരുത്. അപ്പൊ പുരുഷൻ ഉറങ്ങാൻ പാടില്ല. എങ്ങനെ? കമിഴ്ന്ന്. പുരുഷൻ കമിഴ്ന്ന് കിടന്നുറങ്ങാൻ പാടില്ല. സ്ത്രീ മലർന്നും കിടന്നുറങ്ങാൻ പാടില്ല. അപ്പൊ ഉറങ്ങാൻ പാടില്ലാത്ത രൂപം ഏത് പഠിച്ചു വെക്കണം. ഇത് പല രൂപത്തിൽ ഈ ചോദ്യം വരും. ഒന്നില്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ്, അല്ലെങ്കിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, അല്ലെങ്കിൽ തെറ്റ് തിരുത്താൻ. ഇങ്ങനെ 3 രൂപത്തിലും പല കൊല്ലങ്ങളിലായി ചോദ്യം വന്നിട്ടുണ്ട്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, ആവർത്തിച്ചു വരുന്ന ക്വസ്റ്റ്യൻ ആണ് ഈ ചോദ്യം. പുരുഷൻ എങ്ങനെ ഉറങ്ങാൻ പാടില്ല? കമിഴ്ന്ന് ഉറങ്ങാൻ പാടില്ല. ടെക്സ്റ്റിൽ പറഞ്ഞ അതുപോലെ ബൈഹാട്ടാക്കിയാൽ പിന്നെ നിങ്ങൾക്ക് ഏത് ചോദ്യം വന്നാലും നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ കഴിയും. പുരുഷൻ എങ്ങനെ ഉറങ്ങാൻ പാടില്ല? കമിഴ്ന്ന് ഉറങ്ങാൻ പാടില്ല. സ്ത്രീയോ മലർന്നു കിടന്നും ഉറങ്ങാൻ പാടില്ല. പിന്നെ നരകാവാസികളുടെ കിടത്തമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആരുടെ? ഏതുറക്കം? കമിഴ്ന്ന് കിടക്കുന്നവനെ കണ്ടപ്പോൾ ഇത് നരകവാസികളുടെ കിടത്തമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഈ പാഠത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇനി അത്ര തന്നെ പ്രാധാന്യം ഇല്ലാത്ത ഈ പാഠത്തിലെ ചോദ്യങ്ങളാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഉറക്കവും ഉണർച്ചയും അള്ളാഹു നമുക്ക് നൽകിയ മഹത്തായ ഡാഷ് 2 അനുഗ്രഹങ്ങളാണ്. പിന്നെ എന്നാൽ അമിതമായി ഉറങ്ങുന്നതും ഉറക്കൊഴിവാക്കുന്നതും നമ്മെ രോഗികളാക്കും. അപ്പോൾ എന്നാൽ അമിതമായി ഡാഷ് നമ്മെ രോഗികളാക്കും. ഇങ്ങനെ ചോദ്യം വരാം. അപ്പൊ എന്താ ചെയ്തണ്ട്? അമിതമായി ഉറങ്ങുന്നതും ഉറക്കൊഴിവാക്കുന്നതും. പിന്നെ 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 അതിനാൽ നാം മരണത്തെ ഓർത്ത് മര്യാദകൾ പാലിച്ചുകൊണ്ടായിരിക്കണം കിടക്കേണ്ടത്. ഉറക്കിൽ നാം മരിച്ചാൽ നമുക്ക് സ്വർഗം പ്രതീക്ഷിക്കാം. അപ്പൊ അത്രയേ ഉള്ളൂ ഈ പാഠത്തില് 2nd റൗണ്ടിൽ പ്രാധാന്യമുള്ളത് കേട്ടോ. പിന്നെ ഇവിടെ ഈ ദിക്ർ ഉണ്ടല്ലോ, ഈ ദിക്ർ ഇതുവരെ ഒരു പരീക്ഷയ്ക്കും ചോദിച്ചിട്ടില്ല, ഒരു പക്ഷേ ചോദിക്കാം, അത്രയേ ഉള്ളൂ. അത്ര വലിയ പ്രാധാന്യം ഇല്ല. അപ്പൊ നമ്മൾ ഇതോടുകൂടി എന്ത് ചെയ്തു? അരക്കൊല്ല പരീക്ഷയ്ക്കെടുത്ത എല്ലാ പാഠങ്ങളുടെയും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് ഇത് നിങ്ങൾ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. ഇനി ബാക്കിയുള്ള പാഠം 1ാം പാഠം മുതലുള്ള പരീക്ഷയ്ക്ക് ഉണ്ടാവും. അപ്പൊ അതും കൂടി നോക്കണം, എന്നാലേ ഫുൾ മാർക്ക് നിങ്ങൾക്ക് നേടാൻ കഴിയുള്ളൂ. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.